കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ കളിപ്പാട്ടം എടുത്തു കൊടുക്കും. ഇന്നും കുഞ്ഞിന് നൽകുന്നത് ഫോണാണ്. ഫോണിനോട് ആകർഷണം തോന്നിയ പിന്നെ വിടാൻ പറ്റാത്ത സ്ഥിതിയായി. ക്ലീൻ പേപ്പർ പോലെയാണ് കുട്ടികളായ ഞങ്ങളുടെ മനസ്സ്. അതിലെന്ത് വരച്ചാലും പുല്ലിൻ്റെ പുറത്തുകൂടി നടക്കും പോലെ, പച്ചയിറക്കല വളയും പോലെ ആഴത്തിൽ പതിയും. വാട്സാപ്പിൽ നോക്കി നോക്കി കുഞ്ഞിനെ വളർത്തിയ ഒരു അമ്മയുടെ അനുഭവമേ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ, ഭക്ഷണം കൊടുക്കുമ്പോൾ എപ്പോഴും ഈ അമ്മ ഫോണിലാണ്. കുഞ്ഞിൻ്റെ മനസ്സിലോ ജീവിക്കുന്നത് ഇങ്ങനെ വേണം എന്നുറച്ചു. കുഞ്ഞങ്ങനെ വളർന്നു വലുതായി. അമ്മയോ ആവശ്യമായിട്ട് കിടപ്പിലുമായി. അമ്മയ്ക്ക് ആവശ്യമുള്ളതൊന്നും സമയത്ത് കിട്ടില്ല. എങ്ങനെ കിട്ടുക? മകള് വാട്സപ്പിലല്ലേ. മരണസമയം അടുത്തു. അമ്മയുടെ നാവ് ചലിക്കാതെയായി. കണ്ണീർ ശാലകൾ ഒഴുകിയിറങ്ങി. തൊട്ടടുത്തിരുന്ന മകള് വാട്സപ്പിൽ ഏതോ ദൃശ്യങ്ങൾ കണ്ട് ആനന്ദലഹരിയിലാണ്. മകള് വെള്ളമൊക്കെ നൽകി, പക്ഷെ വയലല്ലാന്ന് മാത്രം. അമ്മയുടെ ജീവൻ വിട പറയുന്നതും മകൾ അറിഞ്ഞതേയില്ല. ഇത് സത്യമാവാതിരിക്കട്ടെ. ഫോണും ടി വിയും എല്ലാം ആവശ്യത്തിനാവാം, ലഹരി ആവാതിരിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് മൂല്യങ്ങൾ പകർന്നു നൽകണം. ചെറുപ്പത്തിൽ കൊടുക്കുന്നതാണ് നിലനിൽക്കുന്നത്. സനാതന ധർമ്മ തത്വങ്ങൾ മഹർഷീശ്വരന്മാർ പകർന്നു നൽകിയ ആ മൂല്യങ്ങൾ നമുക്കും പിന്തുടരാം.